നമസ്കാരം. എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ. നമ്മുടെ PMC മലയാളം ഇപ്രാവശ്യം ഫോൺ വഴി ഒരു ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം. ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ഓണം ആശംസിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരിലും സന്തോഷവും സമാധാനമൊക്കെ എത്തിച്ചേരാൻ യൂണിവേഴ്സിന് അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീര കൊണ്ടുള്ളൊരു പച്ചടിയാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ: ചീര. ഈ ചീരയുടെ നമ്മുടെ ഇല മാത്രമേ കൂടുതലായി ഉപയോഗിക്കാൻ, തണ്ട് കുറച്ച് ഭാഗം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ അതിന് കറിവേപ്പില, പച്ചമുളക്, ചുവന്ന മുളക്, തൈര്, ചിരവിയ തേങ്ങ, കല്ലുപ്പ്, കല്ലുപ്പോ പൊടിപ്പോ ഏതായാലും കുഴപ്പമില്ല, ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കടുക്. ഇത് ഇത്രയൊക്കെയാണ് നമുക്ക് ചീരപ്പച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ചീര ചെറുതായി അരിഞ്ഞ് വെച്ചതാണിത്. അതുപോലെ തന്നെ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഇടുക. ചീനച്ചട്ടിയിലേക്കിട്ട് പിന്നെ കുറച്ച് ഉപ്പും പച്ചമുളകും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലിട്ട് കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. വെള്ളം അധികം ആകരുത്, കുറച്ച് വെള്ളം. കാരണം ചീരയിൽ ജലാംശം ഉള്ളതല്ലേ, അപ്പോൾ ഒത്തിരി വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പച്ചടി വെള്ളമായിപ്പോൾ. അതുകൊണ്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഗ്യാസിന്മേൽ നമ്മൾ വേവിച്ചെടുക്കുക. ഗ്യാസിന്മേൽ വെച്ച് വേവിക്കുകയാണ്. 5 മിനിറ്റ് അത്രേ വേണ്ടു. കാരണം ചീരയ്ക്ക് അധികം വേവില്ലല്ലോ. അപ്പോൾ ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ചീര ജാറിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് വെള്ളം കൂട്ടരുത്, തൈരും കൂട്ടിയിട്ട് വേണം തേങ്ങ അരക്കാൻ. ആവശ്യത്തിനുള്ള തൈര് ഉപയോഗിക്കുക. ഞാൻ തന്നെയാട്ടോ യൂട്യൂബ് ചെയ്യണേ, അതുകൊണ്ട് എന്താ പറയണ്ടേ, ആരും എടുത്തു തരാനില്ല. അത് കാരണം തന്നെ ചെയ്യുവാണ്. പരിമിതികളുണ്ടാവും, ക്ഷമിക്കുക. തൈര് കൂട്ടി അരച്ച് നോക്കിയിട്ട് നമുക്ക് പുളി പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈര് ചേർക്കാൻ കഴിഞ്ഞ് കേട്ടോ. അപ്പം ഞാൻ നോക്കട്ടെ, എത്രയാണെന്നുള്ള അറിയില്ല. അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ അരച്ചിട്ട് വന്നു. തേങ്ങ നന്നായിട്ട് അരയണം കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കടുക്, ചെറിയൊരു സ്പൂൺ അത്രേ വേണ്ടു. അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് അരിയാറ്, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കും പോലെ പൊടിച്ചെടുക്കുക. ഓക്കെ, അതും കൂടെ ചേർത്തരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ചെറുങ്ങനെ കാണില്ലേ നമ്മുടെ കറുപ്പ്. പിന്നെ ഇനിയിപ്പം നമ്മുടെ ചീര വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് വെന്ത് തണിയാൻ വെക്കണം. നമ്മൾ നന്നായി തണിഞ്ഞിട്ട് മാത്രമേ ഈ അരപ്പൊക്കെ ചേർക്കാൻ പാടുള്ളൂ. തണിഞ്ഞിട്ടുണ്ടാവണം. അത് നോക്കിയിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായി തണിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഈ അരവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, നല്ല കളർ വന്നില്ലേ, നല്ല രസമല്ലേ കാണാൻ, നല്ല കളറല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുവൊക്കെ വറുത്ത് കൊടുക്കാം, എന്താ പറയുക, താളിച്ച് കൊടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറേ ഒന്നും വേണ്ട കേട്ടോ. എണ്ണ ചൂടായി, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. അതിലേക്ക് കടുക്, മുളക് കൂടെ വറുത്തിടുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് പിന്നെ കുറച്ച് ചിരവിയ തേങ്ങ, കുറച്ച് മതിയത്, കുറച്ച് ചിരവിയ തേങ്ങയും കൂടെ ഇതാക്കിയിട്ട് നമുക്ക് താളിച്ച് കൊടുക്കാം. പോലെയാവും.
ഗ്യാസ് ഓഫ് ചെയ്യുക. നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഉള്ളിലേക്ക് മാറ്റി. അങ്ങനെ നമ്മുടെ ചീരപ്പച്ചടി റെഡിയായി. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓണാശംസ നേരുകയാണ്. വരും വർഷത്തെ ദിനങ്ങൾ എല്ലാവർക്കും സമാധാനത്തിൻ്റെതാവട്ടെ. അങ്ങനെയുള്ള പുലരികളാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. ശ്രീരാം ശ്രീരാം ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണ ഭവഭയദാരുണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണ ഭവഭയദാരുണം. നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ച പദ കഞ്ചാരുണം. ശ്രീരാം ശ്രീരാം കന്ദർപ്പ അഗണിതാമിത ഛവി നവനീല നീരദ സുന്ദരം. പദപീതമാനഹോ തരിത രുചി ശുചി നോമി ജനക സുതാവരം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണ ഭവഭയദാരുണം. ശ്രീരാം ശ്രീരാം ഭജ ദീനബന്ധു ദിനേശ ദാനവദൈത്യവംശ നികന്ദനം. രഘുനന്ദ ആനന്ദകന്ദ കോസല ചന്ദ്ര ദശരഥനന്ദനം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണ ഭവഭയദാരുണം. നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ച പദ കഞ്ചാരുണം. ശ്രീരാം ശ്രീരാം സിരമോക്കുട് കുണ്ഡല തിലക ചാരു ഉദാര അംഗവിഭൂഷണം. ആജാനുഭുജ ശരചാപധര സംഗ്രാമജിതഖരദൂഷണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണ ഭവഭയദാരുണം. നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ച പദ കഞ്ചാരുണം. ശ്രീരാം ശ്രീരാം ഇതി വദതി തുളസീദാസ ശങ്കര ശേഷമുനിമനരഞ്ജനം. മമ ഹൃദയ കഞ്ച നിവാസ കുരു കാമാദിഖളദളഗഞ്ജനം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മന ഹരണ ഭവഭയദാരുണം. നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ച പദ കഞ്ചാരുണം. ശ്രീരാം 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 ശ്രീരാം. എല്ലാവർക്കും ഓണാശംസകൾ. PMCയിലുള്ള എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തിന് എന്തെങ്കിലും ഒന്ന് നമ്മൾ ഓരോരുത്തരും
ഉണ്ടാക്കി കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ സുപ്രിയജി ഇങ്ങനെ ഒരു അവസരം തന്നതല്ലേ നമുക്ക്. അപ്പോൾ ചക്കപ്രദം ഉണ്ടാക്കാന്നാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അതെങ്ങനെയാണ് എന്താ എന്നൊക്കെ ഇപ്പൊ കാണിക്കാം. ഇത് ചക്ക വരട്ടിയതാണ്. ഇത് നമ്മള് ആദ്യം വരട്ടി ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പാവ് ഒഴിച്ച് നല്ല എല്ലാം കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചക്ക വരട്ടിയത് കിട്ടുമല്ലോ, അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. എല്ലാവർക്കും അറിയണതായിരിക്കും. നല്ല ഈസി ആവാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ചക്ക വരട്ടിയതും ശർക്കരപ്പാവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് കാണിക്കാം. ഇത് ചക്കപ്രധാന ഫസ്റ്റ് ഇത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ് നല്ലോണം ഒന്ന് വറ്റണം. വറ്റി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാം പാലൊഴിച്ച് ഒന്ന് കുറുക്കിയതിന് ശേഷം ആണ് ഡയറക്റ്റ് പാലൊഴിക്കുക. അപ്പൊ നമ്മള് ആദ്യത്തെ പാല് ഇത് ഞാൻ ഈസി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാം പാലെടുത്ത് കുറുക്കി കുറേ പണിയുണ്ട്. ഇതിപ്പോ തിക്കായിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് നല്ല തിളച്ച് ഇത് എല്ലാം മിക്സായിട്ട് വരണം. അപ്പോൾ ശർക്കരയൊക്കെ ഇതിൽ ആദ്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈസിയാണ് എടുക്കാം. നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് ചെയ്യാണ്. ഇതെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പായസം തന്നെയാണ്. പക്ഷെ എന്നാലും ടേസ്റ്റി ആണല്ലോ. സുപ്രിയജി നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നപ്പോ എന്താണ് ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചു. ഇപ്പൊ ഞാൻ ഉള്ളത് അമേരിക്കയിലാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം എന്ന് പറയുമ്പോൾ ചക്ക വരട്ടിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നാളികേരം പിഴിഞ്ഞ് പാലെടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കെല്ലാം റെഡിമെയ്ഡ് കിട്ടും. നാട്ടിലും എല്ലാം അങ്ങനെ തന്നെ എല്ലാവരും ഈസി ആവാൻ വേണ്ടി ചെയ്യും. പക്ഷെ നാട്ടിലൊക്കെ ഇപ്പോഴും നാളികേരം ചെറുകി പിഴിഞ്ഞ് പാലെടുത്തിട്ടൊക്കെയാണ് ചെയ്യാറ്. ഇത് ഞാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ചക്ക വരട്ടിയത് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതൊക്കെ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പൊ ശർക്കര നക്കി കുറച്ച് കറുപ്പായിട്ടുണ്ടല്ലോ നമുക്ക് കാണുന്ന. കുറച്ചും കൂടി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. ആ തേങ്ങാപ്പാല് നല്ല തിക്കായിട്ടുള്ളത് തന്നെ നമുക്ക് ഒഴിക്കാം. അപ്പൊ വരട്ടി വെച്ചതായതുകൊണ്ട് നമുക്ക് ഈസിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പണി തന്നെയാണ്. ചക്ക വരട്ടിയത് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് നമ്മള് ശർക്കര പാവെടുത്ത് ഞാൻ മിക്സിയിൽ ഒന്ന് അടിക്കും. അപ്പൊ അതിന്റെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾ പോലെ ഉണ്ടാവൊക്കെ മിക്സായിട്ട് കിട്ടും, നന്നായി കിട്ടും. ഇപ്പൊ ഇതിപ്പോ നല്ലോണം ഒന്ന് തിളയ്ക്കണം. അതിനാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതില് ശരിക്കും നമ്മൾ നമുക്ക് ഇതിലിടുക പറയുമ്പോൾ നാളികേരം ചെറുതാക്കി മുറുക്കി അത് വറുത്തിടുകയാണ് നമ്മൾ സാധാരണ ചെയ്യല്. ഇപ്പോൾ ചിലവര് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനത്തെ ഒക്കെ ഇടുന്നുണ്ട്. ഒക്കെ ടേസ്റ്റാണ്. പക്ഷെ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഒരു ചക്കപ്രദം എന്ന് പറയുമ്പോൾ നമ്മള് ഒരു നാളികേരം വറുത്തതില് മാത്രമേ നെയ്യിൽ നന്നായിട്ട് വറുത്തിടുക. നല്ല തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചെയ്യണം. എല്ലാവരും പലവിധ പായസങ്ങളും കൂട്ടാനുകളും പല കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് ചക്കപ്രദമൻ എൻ്റെ വക ചെറിയൊരു ഇതാണ്. ഒന്ന് നമുക്ക് തിളയ്ക്കാൻ വിടാം. ഓണത്തിന് ഇപ്പോ എല്ലാവരും വീട്ടിലങ്ങനെ സദ്യയൊന്നും ആരും അധികം ഒരുക്കാതെ ഒക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഒരു കാലം വന്നപ്പോ എല്ലാവർക്കും മടിയാണ് പണിയെടുക്കാൻ. അപ്പോ അങ്ങനെയൊന്ന് സുപ്രിയജി നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം തരല്ലേ. സുപ്രിയജിയുടെ കുക്കറി ഷോ ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പൊ അതൊക്കെ അത്രയും നല്ല ടേസ്റ്റി ഫുഡുകൾ തന്നെയാണ്. ഇപ്പൊ ഇതാ നല്ല തിളച്ചു, നന്നായിട്ട് വന്നു. ഇനി നമ്മള് നെയ്യില് വറുത്തിടുകയാണ് വേണ്ടത്. അത് ഒന്നും കൂടി ആവുമ്പോഴേക്കും നമുക്ക് നെയ്യില് വറുത്തിടാം.
സിമ്മാക്കി വെക്കാം. അതിൽ കുറച്ച് നല്ലോണം നെയ്യ് എടുത്തിട്ട് അതിൽ നന്നായിട്ട് ഒക്കെ ആദ്യം റെഡിയാക്കി വെച്ചാൽ എളുപ്പമാണ് പണി. ഇതിപ്പോ നാളികേരൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതാണ് ഇതിന്റെ ഏറ്റവും നല്ല സ്വാദ്. നാളികേരം ചെറുതാക്കി നോക്കി നമുക്ക് ഇതില് വറുത്തിടാം. ഇതില് നമ്മള് ഏലക്കായ അങ്ങനെയുള്ളതൊന്നും ഇല്ല, വെറും നാളികേരം വറുത്തിടും. ഇപ്പൊ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇതാ ഉള്ളൂ, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൊക്കെ വേണമെങ്കിൽ ഇടാം. പക്ഷെ അത് വേണമെന്നില്ല, ഓപ്ഷനിലാണ്. ഇത് മിക്സിയില് നന്നായിട്ട് ശർക്കര പാവും ചക്കയും കൂടി അടിക്കൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ അങ്ങനെ അവിടെയും ഇവിടെയും ഓരോ ചെറിയ ചക്കയുടെ കുട്ടി കുട്ടി കഷ്ണങ്ങളൊക്കെ കാണും. ഇതിപ്പോ അതൊന്നുമില്ല. ഉണ്ടോ, നല്ല ഇതായിട്ട് നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതുകൂടി വറുത്തിട്ട ചക്കപ്രഥമന്റെ പണി. ഇത് ഞാൻ ഇത്രയും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് സമയക്കുറവല്ലേ. ഇങ്ങനെ ലൈവായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇതാക്കരുതല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് കാണിക്കുന്നത്. നല്ല എല്ലാവർക്കും അറിയുന്ന പായസം തന്നെയാണത്. പക്ഷെ ആരും ഇത് കുറച്ച് നാളികേരപ്പാൽ എടുക്കേണ്ട ഒരു പണിയുള്ളൂ. അത് എല്ലാവരും ഒരു മടി കാണിക്കും. പക്ഷെ ഇത് നാളികേരപ്പാലൊക്കെ റെഡിമെയ്ഡ് കിട്ടുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്. അത് നന്നായി തിളച്ചു. ഇത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇത് വറുത്ത് നമുക്കതിലിടാം. ആരെങ്കിലും ഈ മറ്റുള്ള പായസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ സുപ്രിയാജി ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോ ശരി ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ. പരിപ്രമദനും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളതിൽ ചെറുപരിപ്പ് വറുത്ത് കുക്കറിൽ വേവിച്ച് ഇതേ മെത്തേഡ് തന്നെ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ തന്നെയാണ് അതിൽ. കുറച്ച് നല്ല ചുവക്കനെ വറുക്കണം. അപ്പോഴാണ് ആ ശരിക്കും മുരിഞ്ഞ സ്മെല്ല് വരിക. ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ എല്ലാവരും തോന്നുന്നു, ഓ ഇത്ര എളുപ്പമാണോ ചക്കപ്രഥമൻ. ഇതിപ്പോ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചോണ്ടാണ് ഇത്ര വേഗം റെഡി ആയത് കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുക്കും. നല്ല സ്വാദ് തന്നെയാണ്. പലർക്കും കട്ട പായസമാണ് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമാവും. പാലടയൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, അതൊക്കെ മിക്സ് കിട്ടാൻ തുടങ്ങി. എനിക്ക് പണിയില്ല, ഒക്കെ എളുപ്പമാണ് ഇപ്പൊ എല്ലാ പായസം ഉണ്ടാക്കാനൊക്കെ. ഇത് ചക്ക വരട്ടിയത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. ചക്ക വരട്ടിയത് ഇപ്പോൾ അതും റെഡിമെയ്ഡ് കിട്ടാൻ തുടങ്ങി. അത് നമ്മള് ശർക്കര പാവില് കുറച്ചു നേരം ഈ ചക്ക വരട്ടിയിൽ ഇട്ട് വെക്കണം, അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അപ്പൊ നമുക്കത് എളുപ്പം അത് മിക്സിയിലടിച്ചാൽ നന്നായിട്ട് വരും. പലർക്കും അതൊരു സംശയം ഉണ്ടെങ്കിൽ അതിങ്ങനെ കട്ടയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുമല്ലോ. ഒന്നുമില്ല, മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ ഇതുമില്ലാതെ നന്നായി കിട്ടും. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതില്ലേ ഒന്നും കൂടി ആയാൽ മതി. പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും വലിയവർക്കും എല്ലാം വലിയ ഇഷ്ടമാണ്. ചെറിയ പിള്ളേര് വരെ കഴിക്കും. ഇത് റെഡിയായി. BMCയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഓഫ് ചെയ്യണം. നെയ്യിൽ കിടന്ന് ഇതൊന്ന് നോക്കുമ്പോൾ നല്ല സ്വാദാണ്. നല്ല സ്മെല്ലാണ്. വീട്ടിൽ മുഴുവൻ ഒരു സ്മെല്ല് വരും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ. ഞാൻ
പലപ്പോഴും ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ സുപ്രിയേച്ചി എപ്പോഴും പറയും കൊതിയാവണോ എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് സുപ്രിയേച്ചിക്ക് മറ്റെല്ലാവർക്കും ഇതന്നെ ആക്കാം പായസം. അതാണ് ഇത് ഉണ്ടാക്കാൻ കാരണം. എല്ലാവർക്കും വേണ്ടിയിട്ട് ചക്കപ്രദം, എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു എല്ലാവർക്കും താങ്ക് യു.